കുട്ടിപ്പട്ടുമാലിലെ പ്രവാസം റൗണ്ട് കൊണ്ട് നിങ്ങൾ പ്രവാസികൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ കാലത്തെ ആ ബന്ധങ്ങളെ ഒന്ന് തിരിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഒന്ന് തിരിച്ചു വിളിക്കാൻ സാധിച്ചെങ്കിൽ അത് മതി കുട്ടിപ്പട്ടുമാലിൽ ആഹ്ലാദിക്കാനായി. ഏതായാലും ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. സോ വി വെൽക്കം യു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടുമാൽ പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടെ വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് ആൽഫ 1 ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അതുപോലെ തന്നെ സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനവുമാണ്. ആരായിരിക്കും ആ വിന്നർ നമുക്കറിയില്ല. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ജഡ്ജിങ് പാനലിനെ സ്വാഗതം ചെയ്യാം. ശരിക്കും നമ്മുടെ പ്രവാസം റൗണ്ട് ആരംഭിച്ചപ്പോൾ നിങ്ങൾ പ്രവാസികളെക്കാളും ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിക്കുന്ന നമ്മുടെ ജഡ്ജസായ രഹനത്ത, ഫിറോസിക്ക, സച്ല, ഗൾഫിലൊരു ഷോ എന്നൊക്കെ കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ഒന്നടങ്കം അങ്ങോട്ട് പറക്കാനായി കാത്തിരിക്കുന്ന നമ്മുടെ ഓർക്കസ്ട്ര മെമ്പേഴ്സ്. നമ്മുടെ കുട്ടിപ്പട്ടുമാലിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നിങ്ങൾക്ക് കാണണ്ടേ, കേൾക്കണ്ടേ, ആസ്വദിക്കണ്ടേ. നമ്മുടെ പട്ടുമാലിൽ ശരിക്കും ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന ടാഗ് ലൈനിൽ അറിയപ്പെട്ടിരുന്ന ഹാരിസ് അഴീക്കോട് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു ഹാരിസ്. ഹാരിസ് ഭായ്, ഹായ്, വെൽക്കം ടു കുട്ടിപ്പട്ടുമാൽ. വളരെ സന്തോഷം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 ഭാഗ്യം ഉണ്ടായത്. അതിലൊന്ന് കഴിഞ്ഞ പട്ടുമാലിൽ പാടാൻ പറ്റിയെന്നാണ്. പിന്നെ രണ്ടാമത് ഇതിൽ സെലക്ഷൻ കിട്ടിയ ടൈമിൽ എനിക്ക് ആദ്യമായിട്ട് മസ്കത്തിൽ നിസ്ബയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടിയെന്നാണ് എൻ്റെ ഭാഗ്യം. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ അക്രയിലും ഇക്രയിലൊക്കെ ബിസി ആയിട്ട് ഇങ്ങനെ തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, അള്ളാൻ്റെ ഹൈർ കൊണ്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ വന്നു. അപ്പോൾ ആ ഒരു പെർഫോമിങ്, ഒരു തകർപ്പനായിട്ടുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം, അതിനോടൊപ്പം അടിച്ചു പൊളിക്കണം എന്ന് നമ്മുടെ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് വിളിക്കാം അല്ലേ? പ്ലീസ്. പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊൻകിളിയെ ഉച്ച സമയത്ത് നീ എവിടെ, ഉണ്ണാൻ വരാതെ നീ പോയെവിടെ. പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊൻകിളിയെ ഉച്ച സമയത്ത് നീ എവിടെ, ഉണ്ണാൻ വരാതെ നീ പോയെവിടെ. പായസവും മേൽത്തരം തട്ടിടിയും രസവും പോരും ഇറച്ചി പൊരിച്ചതെല്ലാം മൂക്കറ്റം തിന്നാൽ മടുപ്പതില്ല. നേരത്തിതെല്ലാം വിളമ്പി വെച്ച് നിന്നെ കാണാതെ ഉള്ളം പിടച്ച് സാരസപ്പൂവേ നീ വന്നില്ലല്ലോ, സംഗതി എന്തെന്നറിഞ്ഞില്ലല്ലോ. ആരോ വഴിക്ക് വിളിച്ചതാണോ, അല്ല നിനക്ക് പിഴച്ചതാണോ. പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊൻകിളിയെ ഉച്ച സമയത്ത് നീ എവിടെ, ഉണ്ണാൻ വരാതെ നീ പോയെവിടെ. മാണിക്കക്കല്ലേ മലർമധുവേ ആവണം തരണം മുല്ലപ്പൂവേ. നാണിക്കല്ലേ വേറു പെണ്ണോടായോ, കൗതുകത്തോടെ പറന്നുവായോ. ആണായി ജീവിക്കാൻ ആശയില്ല, ആറ്റക്കിളി എൻ്റെ കൂടെയില്ല. ആനന്ദ സാഗരമായ ദിക്കിൽ ആടിക്കളിക്കാൻ നീ വായോ കൂട്ടി. പച്ചക്കിളിയെ പനങ്കിളിയെ
പെർഫോമൻസ് നിങ്ങൾ കേട്ടു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കുട്ടികളും കൺഫ്യൂഷനിലാണ്. എന്നെയാണോ പച്ചക്കിളി എന്ന് പറഞ്ഞത്, നമ്മുടെ ജെർഷിയാണോ പച്ചക്കിളി എന്ന് പറഞ്ഞത്? സത്യത്തിൽ ഞങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. സാറില്ല, തൽക്കാലം ഞാൻ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് രാഹുലിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രാഹുൽ ഇൻ താരോത്സവം റൗണ്ട്. രാഹുൽ ചേച്ചി, ഇത് എന്താ കഥ? എന്താ ഇത്? അല്ല, ആദ്യം തന്നെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയണം. യെല്ലും അതുപോലെ തന്നെ റെഡും ആൻഡ് ആ ഹാറ്റും ആ കണ്ണൊക്കെ എഴുതി ആ മീശയ്ക്കാണ് 100 മാർക്ക് കൊടുക്കേണ്ടത്. എന്തായാലും ജഡ്ജസ് അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. കൊള്ളാല്ലേ ഈ മീശ? കൊള്ളാല്ലേ? ആ, അപ്പോൾ താരോത്സവം റൗണ്ടാണ്. ഏത് സ്റ്റാർ ആണെന്നുള്ളത് പറയണ്ട, നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം അല്ലേ, ആരെയായിരിക്കും നമ്മുടെ രാഹുൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്. അകന്നു നിന്നാൽ പച്ചിലക്കാവ്, അടുത്തു വന്നാൽ തങ്കനിലാവ്. മുൻകോപക്കാരി. ആദ്യം തന്നെ ഇത്രയും വലിയൊരു ലെജൻഡിനെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തതിന് രാഹുലിനോട് ഞങ്ങൾ എല്ലാവരും, കുട്ടിപ്പട്ടുമാലിലെ എല്ലാവരും ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ ഒരു ക്ലിപ്പ് കണ്ടു, മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. ഇങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയോ? അതെന്താ അങ്ങനെ പറയണേ? അങ്ങനെയാണല്ലേ ഞാൻ. ശരി, അപ്പോൾ നസീർ സാറിൻ്റെ ഒരുപാട് ക്ലിപ്സ് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ നമുക്കായിട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്യോ? ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു നസീർ സാറിനെ ഞങ്ങളൊന്ന് കാണട്ടെ. ആ ശരി. മണ്ടിപ്പെണ്ണെ, അത് ലക്ഷ്മിക്കുട്ടി, അത് നിനക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ശരി, അപ്പൊ ഏതായാലും ഈ നസീർ സാർ ഈ മണ്ടിപ്പെണ്ണായ എനിക്ക് വേണ്ടിയിട്ട് പാടുന്ന പാട്ട് നമുക്ക് കേൾക്കണ്ടേ? പണി തന്നോളൂ, തന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും തരാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഏതായാലും ആ പാട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഓൾ എൻജോയ്. ആൻഡ് ജഡ്ജസ് അവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല പോലെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഞാനും വരാം തിരിച്ച്. അപ്പൊ ഞാൻ എന്തെങ്കിലും കിട്ടിയിട്ട് വരാം കേട്ടോ. ബൈ. ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂമ്പൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ പെൺകൊടി അഴകിൻ പൂമ്പൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ. എന്റെ വിടർന്ന മാറിലെ പടരുന്ന പൂവള്ളിയോ
അഴകിൽ പൂമ്പൊടിയാരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ. അങ്ങനെ നമ്മുടെ രാഹുലിൻ്റെ സോങ് ആയിരുന്നു നമ്മൾ കേട്ടത് താരോത്സവം റൗണ്ടിൽ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മുടെ കുട്ടിപ്പട്ടർമാരിലെ കുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്. ഇപ്പം എത്ര വയസ്സായി രാഹുൽ? 12 വയസ്സായപ്പോൾ ഇത്ര മനോഹരമായിട്ട് പാടണം. അപ്പോൾ ഇത്രയും കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ? എന്തായാലും ഞങ്ങളുടെ മക്കൾക്കൊക്കെ കണ്ണു പറ്റാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ശ്രീലക്ഷ്മി എന്ത് രസമായിട്ടാണ് പെർഫോം ചെയ്തിരുന്നേ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എടാ മണ്ടൻ ചേക്കാൻ നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശ്രീലക്ഷ്മിയാ. മനസ്സിലായി. അപ്പോൾ ഇത് ശ്രീലക്ഷ്മി പർപ്പസിലാണ്. കാരണം ഈ ലക്ഷ്മിയെ നേരത്തെ മണ്ടിന്ന് വിളിച്ചു, അതുകൊണ്ടല്ലേ ഞങ്ങൾ മണ്ടാന്ന് വിളിച്ചേ. അത് തന്നെ, ഞങ്ങളെ തൊട്ട് കളിച്ച ലക്ഷ്മിമാരെ തൊട്ട് കളിച്ച് ഇതിങ്ങനെ ഇരിക്കും. ഇനി ജഡ്ജസിലേക്ക് പോവാണ്. ആദ്യമായിട്ട് നമുക്ക് ഫിറോസ്ഖാൻ അടുത്ത് ചോദിക്കാം. ഫിറോസ്ക്ക, എന്ത് ഭംഗിയാടാ കാണാൻ, ഗംഭീരമായിട്ടാ, നന്നായി പാടി. ടഫ് സോങ്ങാ മോൻ എടുത്തത്, നല്ല ടഫ് സോങ് ആണ് അല്ലേ? ജയേട്ടൻ്റെ ഭാവം കൂടെ ആ പാട്ടിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ? പക്ഷെ ആ ഭാവം മോൻ മണിയായിട്ട് പാടി. എവിടെയെന്നറിയോ? എല്ലാ സ്ഥലത്തും പാടി. ഒരു സ്ഥലത്ത് അനുപല്ലവി റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, തേജോ അത് തേജോ എന്നൊരു സാധനം പാടുന്നുണ്ട്. അത് ജയേട്ടൻ്റെ ഒരു പൊന്തി വരലാണ് ഇങ്ങനെ ശബ്ദം. അത് എന്ത് രസമായിട്ടാണ് പാടിയത് രണ്ട് സ്ഥലത്തും. ഞങ്ങളിങ്ങനെ അപ്പം എല്ലാവരും ചേർന്ന് നോക്കും. പ്രേം നസീറും ജയഭാരതിയും അല്ലേ? അതെന്താ ജയഭാരതി അല്ലേ ശ്രീലക്ഷ്മിയാ ശരിക്കല്ലേ? ആ പൂ കൊടുത്തത് എന്താ? എന്തോ ഒരു ഒളിച്ചുകളി. ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടാ പൊളിഞ്ഞു. കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. നന്നായി പാടിട്ടോ രാഹുൽ. വലിയ മലയാളത്തിൻ്റെ, നമ്മൾ പല താരങ്ങളെയും ഓർത്തു, മലയാളത്തിൻ്റെ മഹാനടനെയാണ് മോൻ കൊണ്ടുവന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അവാർഡ് വാങ്ങിയിട്ടുണ്ട് മോനെ കുട്ടിക്കാലത്ത്. വടകരയിൽ വെച്ച് KT മുഹമ്മദ് കുട്ടി എന്ന മാപ്പിളപ്പാട്ട് ഗായകൻ്റെ കൂടെ പാടിയപ്പോൾ പ്രേം നസീർ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വലിയ അവാർഡ്, ഏറ്റവും നല്ല ബാലഗായകനുള്ളൊരു അവാർഡ് ഞാൻ വടകര വെച്ച് വാങ്ങിയിട്ടുണ്ട്. നന്നായി പാടി കേട്ടോ, ഗംഭീരമായി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. രാഹുലിൻ്റെ ഈ ഒരു പാട്ടിനെ പറ്റിയും ശ്രീലക്ഷ്മിയുടെ ഡാൻസിനെ പറ്റിയിട്ടൊക്കെ നമുക്കിനി ചോദിക്കാം. രഹനത്തേരടുത്ത്. രഹനത്താ. രാഹുൽ, താരോത്സവത്തിൽ നസീർ സാറിൻ്റെ നല്ലൊരു പാട്ട് കേട്ടോ, നല്ല ഒരുപാട് ഹിറ്റാണ് ഈ പാട്ട്. എല്ലാവരും ശ്രദ്ധിക്കും മോനെ, അത്രയും എല്ലാവർക്കും അറിയാവുന്ന ചേട്ടന് നല്ലൊരു പാട്ടാണിത്. പിന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ ഒരുപാട് പറയുന്നില്ല, പാടി ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു മോൻ്റെ ആ ഒരു ഇതിൽ മോന് ഒരുപാട് അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് കേട്ടോ. അത്രയും ഇതാണത്. പിന്നെ ലക്ഷ്മി എന്താ പറഞ്ഞേ? പക്ഷെ ഞാനൊരു കാര്യം കണ്ടല്ലോ, മണ്ടൻ ചെക്കാന്ന്. ആ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്, ഞാൻ കണ്ടതാ ഇവിടെ വന്നിട്ട്. ഒന്നും കൂടി പറ വേഗം. എടാ മണ്ടൻ ചെക്ക, നിനക്കെന്നെ അറിയില്ലേ? ഞാൻ കുട്ടിപ്പട്ടർമാലത്തെ ശ്രീലക്ഷ്മിയാ. പക്ഷെ ഈ ഒരു ഇതല്ലല്ലോ, ആ ഡാൻസ് ചെയ്യുന്നതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കൊഞ്ഞനെന്തോ കാണിച്ചില്ലേ? എന്തോ ഒരു കാണിച്ചില്ലേ രാഹുലിന്റെ പിന്നിൽ ഞാൻ കണ്ടല്ലോ. കണ്ടു. അപ്പൊ അതെവിടെന്നാ വന്നേ? അതാരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഉണ്ടോ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നോക്ക്. സത്യം പറ, അങ്ങനെ കാണിച്ചില്ലേ ലക്ഷ്മിക്കുട്ടി? രാഹുൽ വേറെ എന്തെങ്കിലും വിളിക്കാറുണ്ടോ, പേര് വിളിക്കാറുണ്ടോ കളിയാക്കിയിട്ട്? മാളിക്കേട്ടനെ പോലെ ശ്രീലക്ഷ്മി എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെയാണ് ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കുന്നത്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, സ്ക്രീനിൽ വരുമ്പോൾ. ചേച്ചീനെ ആദ്യം വിളിച്ച പോലെ മണ്ടിപ്പെണ്ണേന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പൊ ലക്ഷ്മീനെ മണ്ടിപ്പെണ്ണേന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു അല്ലേ? അല്ല, എന്നെ നേരത്തെ നേരത്തെ തുടങ്ങുമ്പോ വിളിച്ച പോലെ ശ്രീലക്ഷ്മി എന്നും കൂടെ മണ്ടിപ്പെണ്ണെന്ന് വിളിക്കും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു മണ്ടൻ ചെക്കാന്നും വിളിച്ചു. അപ്പം നമ്മുടെ ലക്ഷ്മി കുട്ടിക്ക് ഇപ്പൊ കൊറേ പേരായി കേട്ടോ. ഇനി സ്കൂളിൽ ചെല്ലുമ്പോ സ്ത്രീലക്ഷ്മി, മണ്ടിപ്പെണ്ണ്. സാറില്ല, അതൊക്കെ പോട്ടെ. എന്തായാലും നന്നായിരുന്നു കേട്ടോ മോളെ. ഇത് മോള് തന്നെ ചെയ്തതല്ലേ ഇവിടെ അല്ലേ? ഈ സോങ്ങിന് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്തിരുന്നോ നേരത്തെ? അമ്മ പഠിപ്പിച്ചൊന്ന് ചെയ്തിരുന്നു. എന്തായാലും മോള് നന്നായിരുന്നു കേട്ടോ. രാഹുൽ നന്നായിട്ട് പാടി, മോള് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു.
ഓക്കെ. താങ്ക് യു റഹ്നത്ത. സജ്ല, ശരിക്കും മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഈ ലെജൻഡറി ആർട്ടിസ്റ്റ് അല്ലേ? നല്ല രാഹുലിന് ഇഷ്ടമായോ രാഹുൽ പാടിയത്? ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി കേട്ടോ. ഞാൻ രാഹുലിൻ്റെ സിംഗിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, രാഹുൽ എപ്പോൾ പെർഫോം ചെയ്യുമ്പോഴും അത് രാഹുൽ ആദ്യം ആസ്വദിക്കും അല്ലേ? നമ്മൾ നല്ലോണം ആസ്വദിക്കണം, എന്നാലാണ് ഇത്തിരിയെങ്കിലും പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. രാഹുലിൻ്റെ സിംഗിങ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നന്നായി ആസ്വദിച്ചിട്ട് തന്നെ പാടണം കേട്ടോ. രണ്ടാളെ കാണാനും നല്ല ഭംഗിയുണ്ട്, കാണാനും മാച്ചിങ് ആണ്, ഡ്രസ്സിങ്ങിലും മാച്ചിങ് ആണ്. നന്നായി പാടും ഇനിയും. താങ്ക് യു. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ രാഹുലിന്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ താരോത്സവം റൗണ്ടിൽ എത്ര മാർക്സ് ആണ് ചോദിക്കാം ജഡ്ജസിനോട്. റഹ്നത്ത അവിടെ 40. 38.5. 38.5 ഔട്ട് ഓഫ് 40 ആണ്. ഫിറോസിക്ക 38.5. 38.5 ഔട്ട് ഓഫ് 40. Then സജ്ല ഞാൻ മണ്ടൻ ചിക്കൻ എന്തായാലും 19 തരുന്നു. 19 ഔട്ട് ഓഫ് 20. അങ്ങനെ മോന്റെ ടോട്ടൽ സ്കോർ 96 ഔട്ട് ഓഫ് 100 ആണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിക്ക് കയറിയിട്ട് ഇവിടെ ക്യാൻറ്റീനിൽ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഒന്നിനല്ലേ ഒന്ന് നോക്കി കൊഞ്ഞിനെ കാണിച്ചതല്ലേ. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ കുറുമ്പൻകുട്ടനായ രാഹുലിൻ്റെയും കുറുമ്പിക്കുട്ടിയായ ശ്രീലക്ഷ്മിയുടെ ഒക്കെ പെർഫോമൻസ് നമ്മൾ കണ്ടു, ആസ്വദിച്ചു. ഏതായാലും അടുത്തത് പ്രവാസം റൗണ്ടാണ്. ഈ റൗണ്ടിൽ അക്കരെ ഇക്കരെ എന്ന റൗണ്ടിൽ പാടാനായി എത്തുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം റിഫ മോൾ. റിഫ ചേച്ചി, ഇന്ന് അക്കരെ ഇക്കരെ റൗണ്ടിൽ പാടാൻ പോവാണ് അല്ലേ? ആരാണ് അക്കരെയുള്ളത്? ഭർത്താവ്. ഭർത്താവോ? ഇത്ര വന്ന കുട്ടിക്കോ? അതാ പാട്ടിന്റെ സ്റ്റോറി അങ്ങനെയാണ് അല്ലേ മോളു? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ താഴ്ന്നിട്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കാറുണ്ടോ? ടാറ്റ കൊടുക്കാറുണ്ടോ? ആരെങ്കിലും തിരിച്ച് ടാറ്റ പറയാറുണ്ടോ? പറയുണ്ടാവും, നമ്മൾ കാണാത്തത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട്. പിന്നെ ഏത് പാട്ടാ പാടുന്നേ? പെരിശപ്പുന്നാരെ. ഓക്കെ, അപ്പോൾ നേരത്തെ ഉപ്പ അടുത്ത് വന്നിട്ട് മോളുടെ ഉപ്പ അടുത്ത് വന്നിട്ട് നല്ലപോലെ സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നന്നായി പാടണം എന്നൊക്കെ പറഞ്ഞ തട്ടമൊക്കെ ശരിയാക്കി കൊടുക്കണുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കണമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ട് വേഗം പാടിക്കോളും. ഓൾ ദി ബെസ്റ്റ്. പെരിശപ്പുന്നാരെ നാട്ടക്കരളെ കൽബൊന്ന് കണ്ടോളിൻ നെഞ്ചിലെ ഹരിശം കളഞ്ഞ മുഹബത്തിൻ മുറ്റത്ത് ഒന്നിങ്ങ് വന്നോളിൻ ഇന്നോളം ഇല്ലാമനം തന്നിൽ ഹുബയല്ലാതൊരു ഇൻസും വിതു ഹക്കെന്നറിഞ്ഞോളി. പിരിശപ്പുന്നാരെ
താരക്കരളെ കൽവൊന്ന് കണ്ടോളിൻ നെഞ്ചിലെ അരിശം കളഞ്ഞ് മുഹബത്തിൻ മുറ്റത്ത് ഒന്നിങ്ങ് വന്നോളിൻ പുന്നാരേ ഒന്നിങ്ങ് വന്നോളി. റിഫ, ചേച്ചി പാടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നി മോളു? വിചാരിച്ചത്ര പാടാൻ പറ്റിയില്ല. വിചാരിച്ചത്രയും പാടാൻ പറ്റില്ലേ? പാടിക്കഴിഞ്ഞപ്പോ ഉപ്പയെ നോക്കിയില്ലേ? ഉപ്പ എന്താ ആക്ഷൻ കാണിച്ചേ? നോക്കിയില്ല. നോക്കിയില്ലേ? എന്തായാലും ഞാൻ കണ്ടു നോക്കണത്. അപ്പോൾ ഉപ്പ അങ്ങനെ തലാട്ടണ കണ്ടു. അപ്പോൾ മോളുടെ പാട്ടിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അക്കരെ ഇക്കരെ റൗണ്ടിൽ അക്കരയിൽ നിന്ന് കടൽ കടന്ന് ഇവിടെ കുറേ ലെറ്റേഴ്സ് എത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടണമാൽ. നമ്മൾ കുറേയൊക്കെ വായിച്ചല്ലേ? അപ്പം അതിൽ ഇന്നൊരു കത്ത് വായിക്കാൻ നമുക്ക് ഫിറോസ്ക്കയുടെ അടുത്ത് പറയാം. ഫിറോസ്ക്ക, ഇത് ഒമാനിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന് വന്നൊരു കത്ത്. സ്നേഹത്തോടെ പ്രതീക്ഷയോടെ കുട്ടിപ്പട്ടുറുമാലിന്. പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങൾ കുറേ കോഴിക്കോട്ടുകാർ ഒന്നിച്ച് താമസിക്കുന്ന കോഴിക്കോട് വില്ലയിൽ നിന്നാണ് ഈ കത്ത് പട്ടുറുമാലിലേക്ക് പറക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹംസയ്ക്ക് വേണ്ടി, ഞങ്ങൾ അണ്ണൻ എന്ന് വിളിക്കുന്ന ഹംസയ്ക്ക് വേണ്ടി അദ്ദേഹം അറിയാതെ ഞങ്ങൾ പട്ടുറുമാലിന് എഴുതുകയാണ്. ഞങ്ങൾ 25 പേർക്കായി ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം വെച്ച് തരുന്ന ഒരു മഹാമനസ്സിൻ്റെ ഉടമയാണ് ഹംസയ്ക്ക. വലിയ ജോലിയൊക്കെ പ്രതീക്ഷിച്ച് ഏറെക്കുറെ വിദ്യാസമ്പന്നനായ ഹംസക്ക ഒമാനിലെത്തുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഞമ്മക്ക് ഭാഗ്യമില്ലടോ എന്ന് ഞങ്ങളോട് എപ്പോഴും പറയും പാവം. എന്നാലും അദ്ദേഹം ഞങ്ങളോടൊപ്പം എല്ലാ സന്തോഷത്തിലും കൂടും. വൈകുന്നേരത്തെ ഭക്ഷണം പാകം ചെയ്യാൻ ഹംസക്ക 5:30 മണിക്ക് മുറിയിലെത്തും. ഇവിടെ കുട്ടിപ്പട്ടുറുമാൽ 6:30 മണിക്കാണ് ടി വിയിൽ വരിക. അത് സ്ഥിരമായി കാണും ഹംസക്ക. ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. അദ്ദേഹം അറിയാതെയാണ് ഞങ്ങൾ ഈ കത്ത് കുട്ടിപ്പട്ടുറുമാലിന് എഴുതുന്നത്. ഈ എപ്പിസോഡ് വരുന്ന ദിവസം ഞങ്ങളെ അറിയിക്കില്ലേ? ഈ വായിച്ചത് ഹംസക്കയെ അന്ന് ഞങ്ങൾ കേൾപ്പിക്കും. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ മനസ്സ് തീർച്ചയായും കുളിർക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഹംസക്കമാർ ഈ മണലാരണ്യത്തിലുണ്ട്. അവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? കുഞ്ഞു പട്ടുറുമാൽ പ്രതിഭകൾക്കായി, ലോകമറിയാൻ പോകുന്ന ഈ കൊച്ചു പാട്ടുകാർക്കായി ഹംസക്കയും കൂടെ ഞങ്ങളും തീർച്ചയായും പ്രാർത്ഥിക്കും. കോഴിക്കോട്ടെ ഒരു കൂട്ടം സംഗീതപ്രേമികൾ. താങ്ക് യു ഫിറോസിക്ക. ഏതായാലും ഈ കത്തിൽ പറഞ്ഞ പോലെ ഹംസക്കയുടെ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ കഴിക്കാൻ നമ്മളെല്ലാവരും അങ്ങോട്ട് പറന്നെത്തുന്നതായിരിക്കും. ഏതായാലും കത്തയച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ റിഫ മോളുടെ പാട്ടിലേക്ക് നമുക്ക് വരാം. ഫിറോസിക്ക, റിഫക്കുട്ടി എന്ത് പാടല പാടിയത് മോളെ? അസാധ്യമായി പാടി കേട്ടോ, നന്നായി പാടി. മോളുടെ ശബ്ദം ഇങ്ങനെ മൈക്കിലൂടെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ജാനകിയമ്മ കുട്ടി ശബ്ദത്തിൽ പാടുന്ന ഒരു ഫീലാണ്. എനിക്കൊക്കെ എപ്പോഴും അതാ ചെവിയിലടിക്കുന്നത്. മോള് പാടാൻ തുടങ്ങിയാൽ, മോൾ ആദ്യത്തെ വാക്ക് പാട്ടിൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ തന്നെ എനിക്കതിങ്ങനെ ചെവിയിലേക്ക് അടിക്കും. നന്നായി പാടി കേട്ടോ. നല്ല പ്രയാസമുള്ള പാട്ടാണ്. OM കരുവാരക്കൊണ്ട് എഴുതി KV അബുട്ടിമാ ക്ഷീണം ചെയ്ത് സിബില ചേച്ചി പാടിയ പാട്ടാണ് അല്ലേ? നന്നായി പാടി, എല്ലാ ഭാഗങ്ങളും നന്നായി പാടി. നല്ലൊരു വിഷയം മോള്. ഈ പ്രായത്തിലൊക്കെ നിങ്ങൾ പ്രവാസത്തെക്കുറിച്ചുള്ളൊരു പ്രയാസം അല്ലേ, അത് പാട്ടിലൂടെ നിങ്ങൾ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ പറയുന്നു, പ്രവാസികൾക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും തീർച്ചയായും. ഞങ്ങളുടെ കുരുന്ന മക്കൾ പാടുന്ന ഈ പാട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ എപ്പിസോഡ് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ആവശ്യപ്പെടും ഒരു പ്രവാസം റൗണ്ട് കൂടി, പ്രവാസം റൗണ്ട് നമ്പർ 2 നിങ്ങളിതിൽ ടെലികാസ്റ്റ് ചെയ്യുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടും ഞങ്ങളോട്. അത്ര സന്തോഷമായി മോളെ, നന്നായി പാടി കേട്ടോ, സൂപ്പറായിരുന്നു. താങ്ക് യു ഫിറോസിക്ക. അപ്പോൾ റിഫ, വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ലെന്നൊന്നും പറയരുത് കേട്ടോ, സൂപ്പർ എന്നാണ് നമ്മുടെ ഫിറോസിക്ക പറഞ്ഞേ. സജ്ല, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി പാടി മോളെ. സിബില ചേച്ചി പാടിയ പാട്ടാണല്ലേ. ശരിക്കും ഒരു പാട്ടുണ്ടാകുന്നതിൽ കുറേ പേരുടെ എഫേർട്സ് ഉണ്ട്. ശരിക്കും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ. നല്ല ഇതുപോലത്തെ നല്ല നല്ല സോങ്സ് നമുക്ക് വേണ്ടി ചെയ്യുന്നതിൽ അവരെന്തെല്ലാം റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എക്സ്ട്രാ ശരിക്കും എപ്പോഴും പാടുന്ന റിഫേഡിന് എന്തൊക്കെയോ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തു. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ പറ്റില്ല,
പക്ഷെ അതിനു വേണ്ടി കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് പറയാണ് കേട്ടോ. പിന്നെ അക്കരയിൽ പോകാനൊക്കെ ഇഷ്ടമാണോ മോക്ക്? ഇഷ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അക്കരെ പോകാൻ ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷെ വരും, കുട്ടിപ്പട്ടുമാല തീരുന്നതിന് മുന്നേ കുറേ പ്രോഗ്രാംസിനൊക്കെ വിളിക്കും കേട്ടോ. എല്ലാവരും വിളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പോവില്ലേ? പോവും. അപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാണുന്നുണ്ട്. അക്കരയിലുള്ള റിഫമോള് റെഡിയാണ്, റിഫമോളെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായി പാടും മോളെ. ഇനി താങ്ക് യു സച്ല. റഹ്നത്ത, റിഫ, ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ റിഫയ്ക്ക്? ഉണ്ട്, റിഫയ്ക്ക് എന്നെ അറിയാം. ഇന്ന് റിഫയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? റിഫയ്ക്ക് എന്തൊക്കെയാ തോന്നിയ ഒന്ന് പറഞ്ഞേ വേഗം. വെള്ളം ഫസ്റ്റ് പിന്നെ പിന്നെ ഒന്നും തോന്നിയില്ല. പക്ഷെ ഉണ്ട് ഒരു ബ്രീത്തിൻ്റെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എങ്ങനെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കും ഇപ്പോൾ കഴിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ പിന്നെ ഒന്നാമത് ഈ പാട്ട് ഭയങ്കര ടഫാണ്. മോൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് എന്തൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നതെന്ന്. അതാ ഞാൻ ചോദിപ്പിച്ച്. എന്തായാലും ഇനി നന്നായിട്ട് തന്നെ പ്രാക്ടീസ്, ഇങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോ മോളെ. ഓക്കെ, താങ്ക് യു റഹ്നത്ത. അങ്ങനെ റിഫമോളുടെ മാർക്സിലേക്ക് കിടക്കാം നമുക്കിനി. അവിടെ 40. റഹ്നത്ത എത്ര മാർക്ക്? 38.5. 38.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക? റിഫയുടെ മാർക്കിൻ്റെ മുമ്പ് ഞാൻ ഇതുകൂടി ഒന്ന് ക്യാമറയിൽ കാണിക്കുന്നു. റിഫയെക്കുറിച്ച് പത്രത്തിൽ വന്ന കൈരളി ചാനലിലെ കുട്ടിപ്പട്ടുറുമാലിൽ ഇതിനോടകം 3 റൗണ്ട് പാടി തകർത്ത റിഫ, ശ്രുതിമധുരമായ ശബ്ദത്താൽ ഇശലിൻ്റെ കുളിർമഴ പെയ്യിച്ച റിഫ എന്നൊക്കെ റിപ്പോർട്ട് വന്നു. ഞാനതൊന്ന് ക്യാമറയ്ക്ക് വേണ്ടി കാണിക്കുന്നു. റിഫയെക്കുറിച്ച് നാട്ടിൽ പ്രധാന പേജിൽ വന്ന 2 പത്രങ്ങളിൽ വന്നത്. ഇതൊക്കെ വലിയ കാര്യമാണ് മോളെ. 38.5. 38.5 out of 40. Sachla out of 20. 18.5. 18.5 out of 20. അങ്ങനെ മോളുടെ ടോട്ടൽ സ്കോർ 95.5 out of 100 ആണ്. സന്തോഷമായോ? കൺഗ്രാറ്റ്സ് മോളു. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും റൈറ്റ് സെൻസിൽ എടുത്തിട്ട് വീണ്ടും അടുത്ത റൗണ്ടിൽ നമുക്ക് തിരിച്ചു കാണാം. ഇപ്പം ഇത്രയും കൂടെ ഗുണ്ടുമണിയായിട്ട് വരണം. ഇത്രയും കൂടെ എന്നല്ല, ഇപ്പോൾ ഗുണ്ടുമണിയല്ല, നല്ലോണം ഭക്ഷണം കഴിച്ച് നല്ല ഗുണ്ടൂസായിട്ട് വരണം കേട്ടോ മോളു. സ്വയം നോക്കുക. ഓക്കെ, താങ്ക് യു മോളു. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ കോമ്പറ്റീഷൻസ് ഒക്കെ വളരെയധികം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് താരോത്സവം റൗണ്ടാണ്. ഈ റൗണ്ടിൽ എത്തുന്നത് നമ്മുടെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻസ് പെട്ടെന്ന് മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ മുഖത്ത് വരുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഹിമാനി. സോ ലെറ്റ്സ് വെൽക്കം ഹിമാനി. ഹിമാനി ചേച്ചി, യെസ്, എന്തൊക്കെയാണ് വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ശരിക്കും കണ്ടാലുണ്ടല്ലോ ഒരു ടിപ്പിക്കൽ ഒരു പണ്ടത്തെ ഒരു നടിയെ പോലെയൊക്കെ തോന്നുന്നു. കാരണം മുടിയൊക്കെ മെടഞ്ഞിട്ട് സാരിയൊക്കെ എടുത്തത്. അമ്മയുടെ സാരിയാണോ? അല്ല. ആരുടെ സാരിയാ? അമ്മയുടെ ഫ്രണ്ടിൻ്റെ. അമ്മ സാരി ഉടുക്കില്ലെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാവും അമ്മയുടെ സാരി അല്ലാതെ ഫ്രണ്ടിന്റെ സാരി. അമ്മ ബ്ലാക്ക് കളർ സാരി ഉടുക്കാൻ. ഓ, ബ്ലാക്ക് അമ്മയ്ക്ക് ഇഷ്ടേ അല്ല, അതുകൊണ്ടാണ് ഫ്രണ്ടിന്റെ സാരി ഉടുത്തത്. ഒറ്റയ്ക്ക് സാരി ഉടുക്കാൻ അറിയോ? ഇല്ല അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് കൊടുത്താൽ ഇവിടെയൊക്കെ ആകെ പ്രശ്നമാവും. അപ്പോൾ വേണ്ട, ആ റിസ്കിലേക്ക് ഒന്നും പോയിട്ടില്ല. നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഏത് സ്റ്റാർ ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ. സോ നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയില്ല? ഭരണി സ്റ്റുഡിയോയില്. മലസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഹിമാനി, ഇനി ഞാനും ചോദിക്കട്ടെ, അല്ല ആരേത്? സിനിമയിൽ കാണുന്ന സീമ ചേച്ചിയെ പോലെ തന്നെയുണ്ട്. താങ്ക് യു. ശരി, അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ കരിമ്പെന്ന് കരുതി.
അതെ അല്ലേ? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ തരംഗം സൃഷ്ടിച്ച ഒരു നായികയാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയെ നമ്മൾ ഈ വേളയിൽ ശരിക്കും ഓർക്കുകയാണ്. ആൻഡ് നല്ലൊരു പെർഫോമൻസ് നമുക്കത് സീമ ചേച്ചിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷവും. നല്ലപോലെ പാടും കേട്ടോ. താങ്ക് യു. കരിമെന്നു കരുതി കൺമണി കുഞ്ഞിനെ കടിക്കാൻ നോക്കല്ലേ, പാൽ കുഴമ്പെന്നു കരുതി ചുണ്ടത്തെ പുഞ്ചിരി കുടിക്കാൻ നോക്കല്ലേ, ഇത് കടിക്കാൻ കിട്ടാത്ത തേൻ കരിമ്പ്, കുടിക്കാനൊക്കാത്ത പാൽ കുഴമ്പ്. കരിമ്പെന്നു കരുതി കൺമണി കുഞ്ഞിനെ കടിക്കാൻ നോക്കല്ലേ, പാൽ കുഴമ്പെന്നു കരുതി ചുണ്ടത്തെ പുഞ്ചിരി കുടിക്കാൻ നോക്കല്ലേ. മുറുക്കെന്നു കരുതി മൂക്ക് മുറുമുറി കടിക്കാൻ നോക്കല്ലേ, ചിങ്കരിക്കെന്നു കരുതി കവിളുകൾ മുത്തി കഴിക്കാൻ നോക്കല്ലേ, ഇത് കടിക്കാനൊക്കാത്ത കൈമുറുക്ക് കൽപ്പകത്തോപ്പിലെ ചിങ്കരിക്ക്. കരിമ്പെന്നു കരുതി കൺമണി കുഞ്ഞിനെ കടിക്കാൻ നോക്കല്ലേ, പാൽ കുഴമ്പെന്നു കരുതി ചുണ്ടത്തെ പുഞ്ചിരി കുടിക്കാൻ നോക്കല്ലേ. ആരിരാരിരാരാരിരോ, രാരിരാരോ രാരിരോ, സ്വന്തമല്ല ബന്ധമില്ല എങ്കിലും ഈ ജീവിതത്തിൽ അന്ധനിന്നു കാഴ്ച നൽകി അന്യന്റെ കൺമണി നീ, സ്വന്തമല്ല ബന്ധമില്ല എങ്കിലും ഈ ജീവിതത്തിൽ. പാഴ്മരുവിൻ ശൂന്യതയിൽ പാന്തനൊരു തണൽ വിരിക്കാൻ, പാഴ്മരുവിൻ ശൂന്യതയിൽ പാന്തനൊരു തണൽ വിരിക്കാൻ, പൂമരമായി കൈകൾ നീട്ടി പുഞ്ചിരിക്കും പൊന്മകനേ, പൂമരമായി കൈകൾ നീട്ടി പുഞ്ചിരിക്കും പൊന്മകനേ, നീ എനിക്കു വേറെയെന്നോ. ചരണം. ഹിമാനി മോളെ, കോമ്പറ്റീഷൻ അല്ലേ നമ്മളിത്? നമ്മൾ നിർത്തി, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്നാൽ അവിടെ നിന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ പാടിക്കൂടാ. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് നിർത്തി അങ്ങോട്ട് പാടലാണോ? എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുകൂടി എന്ന് പറഞ്ഞ് പാടലാണോ കോമ്പറ്റീഷന് അല്ലേ? ഇത് ഫൈനലാണേ, ഫൈനൽ ടൈം. സെയിം ആ ബാക്ക്ഗ്രൗണ്ട് 3/4 ബാക്ക്ഗ്രൗണ്ട് വെച്ചു.
അങ്ങനെ ഹിമാനിയുടെ പാട്ടായിരുന്നു നമ്മൾ നേരത്തെ കേട്ടത്. ഹിമാനി, അങ്ങനെ താരോത്സവം റൗണ്ടിൽ മോള് പാടിക്കഴിഞ്ഞു. അപ്പോൾ മോളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ പറ്റിയേ? കുറേ സ്ഥലത്ത് പിച്ചിൻ്റെ പ്രോബ്ലം വന്നു. പാടിയതല്ലേ? നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. കരയരുത്, മിടുക്കി കുട്ടിയായിട്ട് നിൽക്കണം. കാരണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒക്കെ മൈൻഡിൽ ഹിമാനി ഉണ്ട്. കാരണം അത്രയും സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കരുത്, ചിരിച്ച് നിൽക്കണം. നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് ഹിമാനിയുടെ പാട്ടിൽ നിന്ന് അവരുടെ ജഡ്ജ്മെൻ്റ് എന്നുള്ളത്. ഫിറോസിക്ക. ഹിമാനി, ധൈര്യമായിട്ട് നന്നായി പാടിയ കുട്ടിയല്ലേ. കഴിഞ്ഞ പാട്ടിൽ ഞങ്ങൾ നല്ല കോംപ്ലിമെൻ്റ് തന്നതല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന ഹിമാനിയൊക്കെ മാറി പിന്നെ നല്ല സിംഗിങ് അല്ലേ. കഴിഞ്ഞ പാട്ടിൽ നല്ല സിംഗിങ് ആയിരുന്നു. ഇതും മോശമെന്നല്ല. മോള് തുടങ്ങിയൊക്കെ വന്നപ്പോൾ നല്ലൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. മോള് ശ്രുതിപ്രശ്നം വന്നത് മോൾക്ക് 3/4 കടന്നപ്പോൾ മുതൽ താളത്തിലേക്ക് കടന്നില്ലേ, സ്ലോ അല്ലേ? ഏതായിരുന്നു ആ ഭാഗം? സ്വന്തമല്ല ബന്ധമില്ല അല്ലേ? ആ ഭാഗത്ത് കടന്നത് മുതൽ കുറേ ശ്രുതിപ്രശ്നം പല സ്ഥലത്തും. പിന്നെ നമ്മൾ നിർത്തി പാടുക എന്ന് പറയുന്നതും അതൊരു പോരായ്മ തന്നെയാണല്ലേ മോളെ, കോമ്പറ്റീഷനല്ലേ. അതുകൊണ്ടാണ് ഞാൻ മോളോട് ഹാർഡായിട്ട് പറഞ്ഞതല്ല ആ സമയത്ത്. അതങ്ങനെ എനിക്ക് പറയാനാവും. നമ്മളൊരു സീറ്റിലിരുന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അതൊരു മിസ്യൂസ് ചെയ്യുന്നു എന്ന് വരരുതല്ലോ നമ്മൾ ആ സ്വാതന്ത്ര്യം അല്ലേ. തുടക്കം മോള് അമ്പിളിച്ചേച്ചി പാടിയ ഭാഗം മോള് മനോഹരമായിട്ട് പാടുകയും ചെയ്തു അല്ലേ രേന? ആ ഭാഗം മനോഹരമായിട്ട് പാടി. അപ്പോൾ ഇനി നമുക്ക് ഓൾ ടുഗദർ നമുക്കുള്ള റിസൾട്ട് നോക്കാം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ബാക്കി പാട്ടുകളൊക്കെ നന്നായി പാടിയ കുട്ടിയാണ്. അതിൻ്റെ ബലത്തിൽ ഈ പാട്ടിൻ്റെ മാർക്ക് എവിടെ നിൽക്കുന്നു എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. രഹനത്ത. മോൾ അമ്പിളി ചേച്ചി പാടിയ ആ ഒരു സെക്ഷനൊക്കെ മോള് നല്ല എന്താ പറയുക, നല്ല ലൈവായിട്ട് അങ്ങ് പോവുമായിരുന്നു മോള്, ഒരു ഇതില്ലാണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ള അതൊക്കെ നന്നായിരുന്നു. പിന്നെ നമുക്ക് നോക്കാം. സാറില്ല, എന്തായാലും വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു തുടക്കമൊക്കെ മോള് നന്നായിട്ട് വന്നതാ. ഇനി അത് കൂടുതൽ പറയുന്നില്ല. എന്തായാലും നോക്കാം മോളെ നമുക്ക്. താങ്ക് യു രഹനത്ത. സജില. ഹിമാനി ആണെങ്കിലും നമ്മുടെ ആൻമറി ആണെങ്കിലും ഓരോ പാട്ടിനനുസരിച്ചിട്ടാണ് നിങ്ങൾ രണ്ടാളും. ഡ്രസ്സിങ് ആണെങ്കിലും അതിനൊരു കയ്യടി എല്ലാവരും കൊടുത്തേ. പിന്നെ പാട്ടിൽ മോക്കന്നെ മനസ്സിലായിട്ടുണ്ട് മൊത്തത്തിലൊരു അൺസ്റ്റഡിനെസ്. അത് മോള് നന്നായിട്ട് പാടുന്നതാണ്. ആ ടെൻഷൻ കാരണമായിരിക്കും പ്ലാൻസൊക്കെ ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആവാനുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ടഫ് സോങ് സെലക്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നി. മോൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന സോങ് സെലക്ട് ചെയ്യായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എല്ലാ ദിവസവും നമുക്ക് നന്നായി പാടാൻ പറ്റിയെന്ന് വരില്ലല്ലോ അല്ലേ. ഓരോ ദിവസമുണ്ട് ഓരോരുത്തർക്ക്. മോൾക്ക് ഇന്ന് അത്ര നല്ല ദിവസമല്ല, അതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്സ് വന്നത്. എന്നുകൊണ്ട് മോള് ഒരിക്കലും ഡെസ്പ് ആവരുത്. എല്ലാം നല്ല പോസിറ്റീവായിട്ട് എടുക്കും കേട്ടോ. എല്ലാവരും നന്നായി ചെയ്തു. താങ്ക് യു സജില ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ഹിമാനിയുടെ ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് മാർക്സിലേക്ക് കടന്നേ പറ്റുള്ളൂ. ആസ് എ പാർട്ട് ഓഫ് കോമ്പറ്റീഷൻ നമുക്ക് മാർക്സ് ചോദിക്കാം. രഹനത്ത. 36 out of 40. ഫിറോസിക്ക out of 40. മോളുടെ മാർക്ക് 36 out of 40 and out of 20 സജില എത്ര മാർക്ക് കൊടുക്കാൻ പോണേ? ഹിമാനിക്ക് ഞാൻ 17 ആണത്. 17 out of 20. അങ്ങനെ മോളുടെ ടോട്ടൽ സ്കോർ 89 ആണ് ഔട്ട് ഓഫ് 100. അപ്പോൾ ഹിമാനി നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഫസ്റ്റ് റൗണ്ടിൽ പാടിയ ഹിമാനി ആയിരുന്നില്ല, തേർഡ് സ്റ്റേജിലൊക്കെ വന്നത്. അപ്പോൾ ജഡ്ജസ് അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. സോ മോളു, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. ഇന്ന് അത്ര നല്ല ദിവസമല്ല, അതുകൊണ്ടാണ്. നോ പ്രോബ്ലം. അപ്പോൾ ചിരിച്ചിട്ട് താങ്ക് യു. ടീം വണ്ടിപ്പെണ്ണ എന്ന് പറഞ്ഞ് ഇതുപോലുള്ള സുന്ദരമായ പൂക്കൾ നിങ്ങൾക്കായി സമ്മാനിച്ച നിങ്ങളുടെ മനം കവർന്ന ആ മഹാനടൻ്റെ ഓർമ്മകൾ ഇന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് മായാനൊട്ട് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഏതായാലും ഇന്നത്തെ ഒരു ഹൃദയസ്പർശിയായ എപ്പിസോഡിൽ നിന്നും ഞങ്ങൾ വിട പറയാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം നോറ കുട്ടി 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 പട്ടുമാൽ പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ്. ഗുഡ് നൈറ്റ്. ആരും കേൾക്കണില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ടൈറ്റ് ചെയ്യണോ ഇനി? തടിയുണ്ടോ? ഉറപ്പാ? എക്സ്ക്യൂസ് മീ,
അവിടെ നിന്നിട്ടേ ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഒന്ന് വരാം. അല്ല പണ്ടിങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഈ ചേട്ടൻ. ഞാൻ മുകളിലൊക്കെ കയറിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഫിറോസ്ക ചായ കുടിക്കാം. ചായ കുടിച്ചു, അപ്പൊ രഹനത്തെ കുടിക്കാം. ഒന്നും പറയരുത് കേട്ടോ, ഇത് പണ്ടത് അറിയില്ലേ. അമീഷ് മാധവൻ. കേട്ടോ, അവിടെ നിന്നിട്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. കാവ്യ ചേച്ചിയുടെ ഏത് സിനിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരശ്യാമപ്പോ അയ്യോ ഇന്നലത്തെ ആളായിരുന്നു കേട്ടാ. ജോസഫേട്ടനും ഇല്ല, രാജു ചേട്ടനും ഇല്ല. ഓ സംശയം എപ്പോഴേക്കും. ഹാരിസ്. ശ്യാം ആരാണെന്ന് അറിയണല്ലേ? തനിക്ക് ഞാൻ പറഞ്ഞുതരാം ശ്യാം ആരാണെന്ന്. മൈക്ക് തരണ സ്ലിം ആയിട്ടുള്ള ചേട്ടൻ. Girl. ഞാൻ പോവാ. മോനെ ഒന്ന് ബെല്ലടിക്കേ. Here we go, come on.